പ്രൈസ് ദി ലോർഡ്. സൺഡേ സ്കൂൾ സൺഡേയോടനുബന്ധിച്ച് കർത്താവിൻ പ്രിയ ദൈവദാസൻ ഫാമിലി, വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, പ്രത്യേകിച്ചും എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന എൻ്റെ ടീച്ചറായ ആൻറ്റി, സന്നിധിയായിരിക്കുന്ന മാതാപിതാക്കൾ, ദൈവമക്കൾ, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സൺഡേ സ്കൂൾ സൺഡേയോടനുബന്ധിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ സംഗീതമാണ്. എന്നെ ഇതിനായിട്ട് തിരഞ്ഞെടുത്ത ദൈവത്തിനും ദൈവദാസനും സൺഡേ സ്കൂൾ പ്രവർത്തകരോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കും. മുഖവര ചുരുക്കി ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് വായിച്ച സങ്കീർത്തനം 110 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ഒരു ഹല്ലേൽ സങ്കീർത്തനമാണ്, അവസാനത്തെ ഹല്ലേൽ സങ്കീർത്തനം. 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളെയാണ് ഹല്ലേൽ സങ്കീർത്തനം എന്ന് അറിയപ്പെടുന്നത്. ഹല്ലേൽ എന്ന് വെച്ചാൽ ഹല്ലേലൂയ, അതായത് സ്തുതികളെ അർപ്പിക്കുന്ന സങ്കീർത്തനം. ഈ സങ്കീർത്തനം യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ ആലപിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ നമ്മോട് അറിയിക്കുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗവുമാണ് 118 സങ്കീർത്തനം. ഈ സങ്കീർത്തനം പ്രധാനമായും ദൈവത്തോട് നന്ദി പറയുകയും ദൈവത്തിന്റെ ദയ വലിയതാണെന്നും ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. 118 സങ്കീർത്തനത്തിൽ ആകെ മൊത്തം 29 വാക്യങ്ങളുണ്ട്. പ്രധാന വാക്യം 118:1, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നാം എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അവൻ നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. ഈ 29 വാക്യങ്ങളെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിക്കുവാൻ സാധിക്കും. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ പ്രധാനമായും ദൈവത്തിന്റെ ദയയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ദയ വലിയതാണ്. സങ്കീർത്തനക്കാരൻ 3 കൂട്ടത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. അവരുടെ ദയ എന്നേക്കുമുള്ളത് ഇസ്രായേൽ പറയട്ടെ, അവരുടെ ദയ എന്നേക്കുമുള്ളത് അഹരോൻ ഗൃഹം പറയട്ടെ, അവരുടെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. സാഹചര്യത്തിനനുസരിച്ച് ലോക മനുഷ്യർ മാറിയേക്കാം. അവർ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടതയിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. രണ്ടാമതായി നമുക്ക് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കാം. ഇവിടെ പ്രധാനമായും നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ ആശ്രയമായിരിക്കാൻ ആരുണ്ടാകും എന്നതാണ്. സംഗീതക്കാരൻ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പക്ഷെ നമ്മൾ മനുഷ്യർ സത്യത്തിൽ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം മനുഷ്യരെ ആയിരിക്കും ആശ്രയിക്കുക. ആ ആളോട് ചോദിച്ചാൽ ചിലപ്പോൾ ആവശ്യം നടക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, കാരണം മനുഷ്യ സാഹചര്യത്തിനനുസരിച്ച് മാറും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മുടെ കഷ്ടതയിലെല്ലാം നമ്മൾ കൂടെ നിൽക്കും. നമ്മൾ മാത്രമേ നമ്മുടെ കഷ്ടതകളെയും പ്രതിസന്ധികളെയും അതിജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇടയ്ക്ക് വെച്ച് പതറിപ്പോകരുത്. ബലവാൻ ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ കാര്യം തീർക്കുവാൻ വേണ്ടി ബലഹീനന്റെ കൂടെ നിന്ന് സഹായിക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നു. അതിനാൽ നാം ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമോടുണ്ട്. മൂന്നാമതായി 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ സങ്കീർത്തനത്തിൽ 15ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെല്ലാം നാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ നേരിടുമ്പോൾ ദൈവം നമുക്ക് ഒരു ജയം തരും. വിജയത്തിന്റെ ഉറവിടമാണ് നമ്മുടെ കർത്താവ്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സംഗീതക്കാരൻ പറയുന്നത്. കൂടാരം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നൽകും. നാലാമതായി 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിൽ മുകളായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. തള്ളിക്കളഞ്ഞ കല്ലെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോക മനുഷ്യർ നമ്മെ ചിലപ്പോൾ അയോഗ്യരെ തന്നെ തള്ളിക്കളഞ്ഞ നിന്ദിച്ചേക്കാം.
കരയും ദൈവസന്നിധിയിൽ. ദൈവത്തോട് ചോദിക്കും, എന്തിന് കർത്താവേ, എന്തിന്, എന്തുകൊണ്ട് എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ വരാൻ പാടില്ല ദൈവങ്ങളെ. കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളിലെല്ലാം ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ കേന്ദ്ര ബിന്ദുവിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ കഷ്ടങ്ങളും ഭാരങ്ങളുമെല്ലാം. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കാരണം നമുക്ക് വലിയൊരു നിത്യവാസം നമുക്ക് അവിടെ ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് എല്ലാം വേണ്ടിയിട്ടാണ് ഇന്നത്തെയുള്ള ഈ കഷ്ടങ്ങളെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ കഷ്ടങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും എല്ലാം തരണം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഒരു മൂലക്കല്ലായി മാറ്റും. മനുഷ്യരുടെ ദൃഷ്ടിയെല്ലാം ആവശ്യമാകുന്ന വിധമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നാത്ത വിധം ദൈവം നമ്മെ ഉയർത്തും. അവസാനമായി 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ പ്രധാനമായി അനുഗ്രഹത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മെ രക്ഷിപ്പാനും നമ്മുടെ ജീവിതത്തിന് ശുഭത നൽകുവാനും ബലമുള്ളവനാണ്. ദൈവം നമ്മെ അതിനുവേണ്ടി നയിക്കും. നമുക്ക് എപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കാം. ഈ സങ്കീർത്തനത്തിലെ പ്രധാനമായും 3 പോയിന്റുകൾ ശ്രദ്ധിക്കാം. 1, എപ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുക. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വേഗം വന്നിരുന്ന് നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് ദൈവം എനിക്ക് അത് തരണേ, എനിക്ക് ഇത് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എണീറ്റ് പോകും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിടന്ന് രാവിലെ അനേക പ്രഭാതം കാണുവാൻ സാധിക്കാതെ ആയപ്പോൾ അതെനിക്ക് ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതികൾ അർപ്പിച്ചു വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. 2, എപ്പോഴും നമ്മൾ ജീവിതത്തിൽ ദൈവത്തിൽ വേണം ആശ്രയം വേണം. സംഗീതക്കാരൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ലോകർ നമ്മെ തള്ളിക്കളയും, ഉപേക്ഷിക്കും. അതൊക്കെ അവരുടെ ആ ഒരു ജീവിതം ആ വഴിയിൽ അങ്ങനെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കാതെ ദൈവത്തിൽ മുഴുവൻ ദൈവം എൻ്റെ വഴിയിൽ ജീവിക്കുന്നതോടും ഉറപ്പോടുകൂടിയാണ് ജീവിതം നയിക്കണം. 3, യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലെ മൂലക്കല്ലായി മാറ്റുക. ഒരു വീട് നടക്കുമ്പോൾ അടിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇടുന്ന മൂലക്കല്ലായിരിക്കും. അത് യേശുക്രിസ്തു ആക്കി മാറ്റുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനം ഇടുമ്പോൾ ആദ്യം നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മുടെ അടിസ്ഥാനമാക്കുക. എന്നാൽ നമ്മുടെ ജീവിതം ഗ്രഹിക്കപ്പെടും, നമ്മളെ ദൈവം നടത്തും. നമ്മുടെ കൂടെ നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും ഒരു ഒറ്റ പൂജ്യമാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തോട് നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചും നമുക്ക് അവരെ ആരാധിക്കാം. ഈ വിധങ്ങളാൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.